സോ ഇന്റൽ അവരുടെ ലേറ്റസ്റ്റ് സീരീസ് ഓഫ് പ്രോസസ്സേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി 15th ജനറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി പുതിയ ആർക്കിടെക്ചർ ആണ്, പുതിയ നെയിമിംഗ് സ്കീമാണ് ഫോളോ ചെയ്യുന്നത്. കോഡ് നെയിം Arrowlake S പ്രോസസ്സേഴ്സ് ഓർ ഇന്റൽ കോർ അൾട്ര 200S സീരീസ് ഓഫ് പ്രോസസ്സേഴ്സ്. എന്തായാലും തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സോ പെർഫോമൻസിന്റെ റിവ്യൂസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു എംബാർഗോ ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇന്ന് എന്തായാലും ഇന്റൽ അനൗൺസ് ചെയ്ത പ്രോസസ്സേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. So first, let's start with the architecture. So ഇവിടെ Intel disaggregated and scalable tile design ആണ് ഫോളോ ചെയ്യുന്നത് with the combination of E-cores and P-cores. ഈ E-cores, P-cores എല്ലാം കോമൺ അതേപോലെ തന്നെയാണ്, ബട്ട് പുതിയൊരു ടൈൽ ഡിസൈൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓവറോൾ CPU-യുടെ ഡിസൈൻ നോക്കുവാണെങ്കിലും ഈ ഒരു ഫോമാറ്റിലായിരിക്കും. ബോട്ടം സൈഡിലാണ് പാക്കേജ് വരുന്നത് ഓർ PCB. അതിന്റെ മേലിലാണ് ബേസ് ടൈൽ എന്നൊരു മേജർ ടൈൽ വരുന്നത്. ഈ ടൈലിന്റെ മേളിലാണ് ബാക്കി ടൈൽസ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ബേസ് ടൈലിന്റെ മേളിൽ 4 മെയിൻ ടൈൽസ് ആണ് വരുന്നത്. കമ്പ്യൂട്ട് ടൈൽ, ഇതിലാണ് എല്ലാ കോമ്പ്യൂട്ടേഷണൽ പവർ വരുന്നത്. കോഴ്സ്, ത്രെഡ്സ് ഇതിലാണ്. E-കോഴ്സും P-കോഴ്സും ഈ ടൈലിനകത്താണ്. നെക്സ്റ്റ് IO, ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോഓർഡിനേഷന് വേണ്ടിയുള്ളൊരു ടൈലാണിത്. നെക്സ്റ്റ് ആണ് SOC ടൈൽ. സോ ഇതിലാണ് മെയിൻ കൺട്രോളേഴ്സ് എല്ലാം വരുന്നത്. മെമ്മറി കൺട്രോളേഴ്സും കാര്യങ്ങളെല്ലാം ഈ SOC ടൈലിലായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് GPU ടൈൽ, ഇതിലാണ് ഗ്രാഫിക്സ് യൂണിറ്റ് വരുന്നത്. XE ഗ്രാഫിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അതൊരു എക്സ്ട്രാ ഫില്ലർ ടൈലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആസ് ഓഫ് നോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അഡീഷണൽ എംറ്റി സിലിക്കോൺ ടൈലാണ്. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനോ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ടൈൽ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നത്. സോ ഇതാണ് പുതിയ ഇന്റൽ Arrowlake S സീരീസ് പ്രോസസ്സേഴ്സിന്റെ ബേസിക് ടൈൽ അല്ലെങ്കിൽ CPU ഡിസൈൻ. ഇനി സ്പെസിഫിക് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ മേജർലി പറയാനുള്ളത് ഇന്റൽ AMDയുടെ റൂട്ടാണ് ഇപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. പവർ എഫിഷ്യൻസിക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് Arrowlake സീരീസ് S പ്രോസസ്സേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല മേജർലി ഹൈപ്പർ ത്രെഡിംഗ് എന്ന ഫീച്ചർ ഇന്റൽ ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ്. Arrowlake S സീരീസ് പ്രോസസ്സേഴ്സിൽ ഹൈപ്പർ ത്രെഡിംഗ് സപ്പോർട്ട് ഇല്ല. ഇതെന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ബേസിക്സിലോട്ട് വരുവാണെങ്കിൽ P-cores Lapcomz ആർക്കിടെക്ചർ ബേസ്ഡ് P-cores ആണ്. ആൻഡ് 9% IPC അപ്ലിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് P-coresന്റെ പെർഫോമൻസിൽ കമ്പയർ ടു പ്രീവിയസ് 14th ജനറേഷൻ പ്രോസസ്സേഴ്സ്. ആൻഡ് E-coresന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഇന്റൽ ക്ലെയിം ചെയ്യുന്നത്. അപ് ടു 32% ആണ് IPC ഗെയിൻ പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ E-coresന്റെ പെർഫോമൻസിൽ കാണുന്നത്. ആൻഡ് E-cores ഇവിടെ സ്കൈ മൗണ്ട് കോഴ്സ് ഉള്ളതാണ്. സോ P-coresനെ നല്ല രീതിക്ക് പവർ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി റീ ആർക്കിടെക്ചർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ക്യാഷ് മെമ്മറി നോക്കുവാണെങ്കിലും 36 MB ആണ് ടോട്ടൽ വരുന്നത്. ആൻഡ് അത് മാത്രമല്ല പല ഫീച്ചേഴ്സും ഈ പ്രോസസ്സേഴ്സിൽ AI ഡ്രിവൻ ആണ്. AI ബേസ്ഡ് പവർ മാനേജ്മെന്റ്, AI ഡ്രിവൻ ഓവർക്ലോക്കിംഗ്, അതുപോലത്തെ പല ഫീച്ചേഴ്സും AI ബേസ്ഡ് ആണ്. കോർ അൾട്ര 200S സീരീസ് പ്രോസസ്സേഴ്സിൽ XE GPU ആണ് വരുന്നത്, ബേസ്ഡ് ഓൺ XE LPG ഗ്രാഫിക്സ് ആർക്കിടെക്ചർ. ഇതിൽ മേജർ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ XE SS വരുന്നുണ്ട്. അതാണ് ഇന്റലിന്റെ അപ്സ്കെയിലിംഗ് ടെക്നോളജി. ഇന്റലിന്റെ ടോട്ടൽ 4 XE കോർ യൂണിറ്റ്സ് ആണ് വരുന്നത്. സിമിലർലി റേ ട്രേസിംഗ് യൂണിറ്റ്സ് ഉണ്ട്. റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻ ടോട്ടൽ 4 റേ ട്രേസിംഗ് യൂണിറ്റ്സ് ആണുള്ളത്. സോ പഴയ അത്ര പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത UHD ഗ്രാഫിക്സ് കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ബൈ XE ഗ്രാഫിക്സ്. ആൻഡ് GPU പവർ ഇന്റൽ പറയുന്നത് 8 ടോപ്സിന്റെ ആണ്. ദാറ്റ് ഈസ് 8 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അത് മാത്രമല്ല XE GPUയിൽ XE മീഡിയ എഞ്ചിൻ വരുന്നുണ്ട്. എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ കോഡെക്സ് ഈസിലി സപ്പോർട്ടഡ് ആണ്. അത് മാത്രമല്ലാതെ ഏറ്റവും ലേറ്റസ്റ്റ് സോണിയുടെ ഇറങ്ങിയ XAVC എന്ന കോഡെക്കും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതും 4K ആൻഡ് 8Kയിൽ. സോ പുതിയ പ്രോസസ്സേഴ്സിലെ iGPU സീംസ് ടു ബി വെരി പവർഫുൾ. ഓൾദോ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓർ മറ്റ് സിനാരിയോസിൽ എങ്ങനെയാണെന്നുള്ളത് റിവ്യൂസ് ആൻഡ് തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് വന്നാലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. CPU ആൻഡ് GPU മാത്രമല്ല ഒരു NPU കൂടിയുണ്ട്, ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്, ഡെഡിക്കേറ്റഡ് ഫോർ AI ബേസ്ഡ് അപ്ലിക്കേഷൻസ്. ആൻഡ് ഈ മൂന്നിന്റെയും കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ടോട്ടൽ പവർ പറയുന്നത് 36 ടോപ്സിന്റെ ആണ്. GPU സൈഡ് അറൌണ്ട് 8 ടോപ്സും NPUയുടെ ടോട്ടൽ പറയുന്നത് 13 ടോപ്സ് ആണ്. CPUയുടെ ഓവറോൾ ഇൻറ്റ് 8 പ്രിസിഷൻ നോക്കുവാണെങ്കിൽ 15 ടോപ്സിന്റെ ആണ് പെർഫോമൻസ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ വരുന്നത് അറൌണ്ട് 36 ടോപ്സിന്റെ പ്ലാറ്റ്ഫോം പവർ ആണ്. നെക്സ്റ്റ് കോർ അൾട്ര 200 ബ്രാൻഡിംഗിൽ അനൗൺസ് ചെയ്ത പ്രോസസ്സേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആസ് ഓഫ് നോ നമുക്ക് 5 പ്രോസസ്സേഴ്സ് ആണ് അനൗൺസ് ചെയ്തേക്കുന്നത്. അൾട്ര 5, അൾട്ര 7 ആൻഡ് അൾട്ര 9 വേരിയൻസിൽ. സെയിം i5, i7, i9 പോലെ തന്നെ ജസ്റ്റ് I എടുത്തു മാറ്റി അൾട്ര ആയതേ ഉള്ളൂ. സോ അൾട്ര 9ൽ ഒരു പ്രോസസ്സറാണ് 285K എന്ന മോഡൽ. ഇവിടെ 24 കോഴ്സും 24 ത്രെഡ്സും ആണുള്ളത്. സോ ത്രെഡ് കൗണ്ടിലാണ് മേജർ ഡിഫറൻസ് കാണുന്നത്. പഴയ ജനറേഷൻ 4900K ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് അറൌണ്ട് 8 ത്രെഡ്സ് ലെസ് ആണ്. ബിക്കോസ് ഇന്റൽ ഈസ് ഡൺ വിത്ത് ഹൈപ്പർ ത്രെഡിംഗ്. ഹൈപ്പർ ത്രെഡിംഗ് എൻറ്റയർലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ ത്രെഡിങ്ങിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. സോ ഹൈപ്പർ ത്രെഡിംഗ് ഇല്ലാതെ തന്നെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തെർമൽ ലിമിറ്റ്സും കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. സോ കോർ അൾട്ര 9 285K 24 കോഴ്സ് ആണ്. ഇതിൽ 8 P കോഴ്സും 16 E കോഴ്സും ടോട്ടൽ 24 ത്രെഡ്സ് ആണ്. പഴയതുപോലെ 2
threads for each p-core വരുന്നില്ല, single thread മാത്രമാണ്. 4 GPU units, 13 TOPS in NPU and maximum frequency 5.7 GHz ആണ്. ഇതും ഒരു മേജർ ചേഞ്ച് ആണ് പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പ്രീവിയസ് ജനറേഷനിലെ മാക്സിമം 6 GHz ആയിരുന്നു. ഇവൻ ദോ കമ്പാരിറ്റീവ്ലി അത് 300 MHz ഇൻക്രിമെന്റ് ഉണ്ടെങ്കിലും 6 GHz ആക്ച്വലി യൂസ്ലെസ് ആയിരുന്നു, ബിക്കോസ് അത്രയും കൂടുതലാണ് പവർ കൂടുന്നത് ആൻഡ് അത്രയും തേർമൽസ് ഓവർ ആവുന്നുണ്ടായിരുന്നു, ഓവർ ഹീറ്റിംഗ് ആവുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അതിനെ ഇവിടെ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. 5.7 GHz വരെയാണ് മാക്സിമം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രോസസറിന്റെ തന്നെ 5.7 GHz മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കോർ അൾട്രാ 7-ൽ നമുക്ക് രണ്ട് പ്രോസസ്സേഴ്സ് കാണാം, 265K ആൻഡ് 265KF. രണ്ടും തന്നെ 20 cores ആൻഡ് 20 threads ആണ്. 8+12 cores. KF-ൽ IGPU ഇല്ല, F സീരീസ് ആയതുകൊണ്ട്. ഇവിടെ 5.5 GHz-ന്റെ മാക്സ് ഫ്രീക്വൻസി. കോർ അൾട്രാ 5-ലും രണ്ട് പ്രോസസ്സേഴ്സ് ആണ്, 245K and 245KF. Total 14 cores and 14 threads, 6+8 cores. And ഈ രണ്ട് പ്രോസസ്സേഴ്സിന്റെ മാക്സ് ഫ്രീക്വൻസി 5.2 GHz ആണ്. പ്രൈസിംഗ് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാം. $589 ആണ് ഏറ്റവും ടോപ്പ് ആൻഡ് ഏറ്റവും ലോവസ്റ്റ് ഇപ്പോൾ റിലീസ് ആയത് $294 ആണ്. ഇതിൻ്റെ ഒരു ബേസിക് ഡയറക്റ്റ് കൺവേർഷൻ വാല്യൂസ് ഞാൻ സൈഡിൽ ഇട്ടേക്കാം. ഇത് ജസ്റ്റ് ഇന്ത്യൻ കറൻസിയിൽ അപ്രോക്സിമേറ്റ്ലി എക്സ്പെക്റ്റഡ് പ്രൈസസ് ആണ്. സോ നിയർലി 60,000 rupees ആയിരിക്കും 285K പ്രോസസ്സേഴ്സ് ആൻഡ് അറൌണ്ട് 30,000 റേഞ്ചിലായിരിക്കും അൾട്രാ 5 സീരീസ് പ്രോസസ്സേഴ്സ്. ഇനി ഇന്റൽ ക്ലെയിം ചെയ്ത പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് സ്ട്രേറ്റ് ഓഫ് ഇവിടെ ഇന്റൽ പറയുന്നതും അത് തന്നെയാണ്. പഴയ ജനറേഷനിലെ അതേ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്, ബട്ട് എഫിഷ്യൻസി ബെറ്റർ ആയിട്ടുണ്ട്, പവർ കൺസംഷൻ കുറച്ചിട്ടുണ്ട്. സോ ഇൻ ജനറൽ പറയുവാണെങ്കിൽ പഴയ റാപ്റ്റർലേക്ക് സീരീസ് പ്രോസസ്സേഴ്സിൻ്റെ ഏകദേശം അതേ പെർഫോമൻസ് ആയിരിക്കും. പ്രൈസിങ്ങും ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷേ പുതിയതായതുകൊണ്ട് കുറച്ച് കൂടുതലായിരിക്കും ഇന്ത്യയിൽ വരുമ്പോൾ. കുറഞ്ഞ വോട്ടേജിൽ പ്രീവിയസ് ജനറേഷൻ്റെ സിമിലർ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇന്റൽ പറയുന്നത്. ആൻഡ് ഇത് രണ്ട് രീതിയിൽ എടുക്കാം, പോസിറ്റീവായിട്ടും നോക്കാം, നെഗറ്റീവും ഇതിൽ വരുന്നുണ്ട്. പോസിറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി പവർ കൺസംഷൻ കുറഞ്ഞിട്ടുണ്ട്. സോ റാപ്റ്റർലേക്ക് സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 165 വാട്ട്സിൻ്റെ ലോവർ ടോട്ടൽ സിസ്റ്റം പവറിൽ 165 വാട്ട്സിൻ്റെ ഡ്രോപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകണമെന്നില്ല. പലരും പുതിയ ജനറേഷനിൽ ഓർ പുതിയൊരു പ്രോസസ്സർ എടുക്കുമ്പം പഴയ ജനറേഷനുമായിട്ട് ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തായിരിക്കും എടുക്കുന്നത്. സോ ഇവിടെ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട. പഴയ 14th ജനറേഷൻ്റെ ഏകദേശം അതേ പെർഫോമൻസ് ആയിരിക്കും. ചില സിനാരിയോസിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ഗെയിംസിൽ പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പെർഫോമൻസ് ലോ ആണ്. ഫൈനൽ ഫാന്റസി, ഫാർ ക്രൈ 6, F1 2024, RDR2-ലൊക്കെ പെർഫോമൻസ് ലോവർ സൈഡിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്ന സെൻട്രൽ കാണുന്ന ചില ഗെയിംസിലെ പെർഫോമൻസ് ഓൺ പാർ സിമിലർ ആണ്. ഏറ്റവും ലാസ്റ്റിലെ 3-4 ഗെയിംസിൽ മാത്രമാണ് കുറച്ച് ഇംപ്രൂവ്മെന്റ് കാണുന്നത്. അതും കുറച്ച് പഴയ ഗെയിംസ് ആണ്, അല്ലെങ്കിൽ അത്ര പോപ്പുലർ ഗെയിംസ് അല്ല ഇതൊന്നും. സോ അത്യാവശ്യം നല്ല പോപ്പുലർ ഡിമാൻഡിങ് ഗെയിംസിലൊക്കെ പെർഫോമൻസ് എയ്തർ സിമിലർ ആണ് അല്ലെങ്കിൽ കുറവാണ്. ആൻഡ് അത് മാത്രമല്ല, ഇന്റലിന്റെ ബെഞ്ച് മാർക്കിംഗ് ചെയ്തേക്കുന്ന ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെയും ചില ഡിസ്പാരിറ്റീസ് ഉണ്ട്. ബിക്കോസ് അവർ പഴയ ഒരു 14th ജനറേഷൻ 14900K പ്രോസസ്സറും ലേറ്റസ്റ്റ് ഒരു 285K പ്രോസസ്സറിന്റെ ഒരു PC രണ്ടും സൈഡ് ബൈ സൈഡ് വെച്ചിട്ടൊരു ബെഞ്ച് മാർക്കിംഗ് കാണിച്ചായിരുന്നു. ഇവിടെ ആക്ച്വലി റിയൽ ബെഞ്ച് മാർക്കിങ്ങോ അല്ലെങ്കിൽ റിയൽ ടൈമിൽ ഗെയിം കളിച്ചൊന്നും കാണിച്ചില്ല. രണ്ട് PCസിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പോയിന്റിലെ FPS കമ്പാരിസൺ ആണ് കാണിച്ചേക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, ബെഞ്ച് മാർക്സിന്റെ മേളിൽ മെട്രിക്സ് നോക്കുവാണെങ്കിലും പലതും ക്ലിയർ അല്ല, ജസ്റ്റ് ഫ്രെയിം റേറ്റ്സും FPS-ഉം മാത്രമേ ഉള്ളൂ. ശരിക്കും ഏത് പ്രോസസ്സറാണ്, ഏത് ഗ്രാഫിക്സ് ആണെന്നുള്ളത് ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇതിനെ ഒരു ട്രൂ ബെഞ്ച് മാർക്കിംഗ് എന്നും നമുക്ക് പറയാനും പറ്റത്തില്ല, കാരണം യൂഷ്വലി ഒരു ഗെയിം നല്ല രീതിയിൽ കളിച്ചാലാണ് രണ്ട് PCസിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് പല ഏരിയസിൽ പോകുമ്പം, ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോകുമ്പം, പല ലൊക്കേഷൻസ് ആൻഡ് പല കാര്യങ്ങൾ ഗെയിമിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ആകും. സോ അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്കിംഗ് അല്ല ഇവിടെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഗെയിമിൻ്റെ ഒരു ഏരിയയിൽ എവിടെയോ കൊണ്ടുപോയി പോസ് ചെയ്യാൻ നിർത്തിയിട്ട് അതിൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് കാണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. That was the 14900K going against the 285K, and you saw the frames per second on screen. Sometimes Raptorlake was higher, sometimes Arrowlake was higher. They're about the same performance, but Arrowlake does that using about 80 watts less at the system. സോ എന്തായാലും ഒരു കാര്യം ഇവിടെ ഷുവറാണ്, പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഗെയിമിംഗ് പെർഫോമൻസ് കുറവായിരിക്കും. ഗെയിമിങ്ങിന് ഒരു കാലത്ത് ഇന്റൽ CPUs ആയിരുന്നു കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്, ബട്ട് ഇപ്പം സിനാരിയോ എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്. AMD Ryzen X3D പ്രോസസ്സേഴ്സ് ആണ് ഗെയിമിങ്ങിന് ടോപ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ ക്ലിയർ ഇൻഡിക്കേഷൻ ഇന്റൽ തന്നെ ബെഞ്ച് മാർക്കിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇത് കമ്പയർ ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് Ryzen 9000 സീരീസുമായിട്ടല്ല, Ryzen 7000 സീരീസിലെ 7950X3D എന്ന പ്രോസസ്സറിന്റെ പെർഫോമൻസിന്റെ ഗ്രാഫാണ്. ഇതിൽ ക്ലിയർലി ഗെയിമിംഗിന്റെ ബെഞ്ച് മാർക്കിൽ Ultra 9 285K പ്രോസസ്സറിനെ 7950X3D പ്രോസസ്സർ ഈസിലി ബീറ്റ് ചെയ്യുന്നുണ്ട്. Cyberpunk 2077 21% ലോവർ ആണ്. Assassin's
Assassin's Creed Mirage and Rainbow Six games ഇതിലെല്ലാത്തിലും ബെഞ്ച് മാർക്ക് കാണിച്ചേക്കുന്നതിൽ ഇന്റലിന്റെ ടോപ്പ് മോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് CPU പിന്നിലാണ്. ഇത് 7950X 7000 സീരീസ് പ്രോസസറിന്റെ ഒരു കമ്പാരിസൺ ആണ്. 9000 സീരീസിന്റെ 3D പ്രോസസ്സേഴ്സ് വരാനിരിക്കുന്നേ ഉള്ളൂ. സോ ഓൾറെഡി Ryzen 7000 സീരീസിലെ X3D പ്രോസസ്സേഴ്സ് ബെറ്റർ ആണ്. ഈ ലേറ്റസ്റ്റ് 9000 സീരീസിലെ X3D വരുമ്പം അതിലും ബെറ്റർ ആയിരിക്കും. സോ ഗെയിമിംഗ് പെർഫോമൻസിൽ AMDയുടെ ഒരു ജനറേഷൻ പഴയ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റൽ CPUs fall behind. എന്തായാലും മൾട്ടി കോർ പെർഫോമൻസിൽ ഈ ഒരു ബെഞ്ച് മാർക്കിങ്ങിൽ നമുക്ക് X3D പ്രോസസ്സറിനേക്കാളും ബെറ്റർ ആണ്. ആൻഡ് ഓൾസോ മറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള ബെഞ്ച് മാർക്സിൻ്റെയും സ്കോർസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെയും 13% ആൻഡ് 15% ഫാസ്റ്റർ ആണെന്നാണ് പല സിന്തറ്റിക് ബെഞ്ച് മാർക്സ് GeekBoZ 6 അതേപോലെ സിനബെഞ്ചിൻ്റെ ഒക്കെ ബെഞ്ച് മാർക്കിങ്ങിൽ കാണിക്കുന്നത്. ഇതെല്ലാം ഇന്റലിന്റെ തന്നെ 14900K ആയിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. സോ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ക്രിയേറ്റേഴ്സിന് കുറച്ചും കൂടി ഇന്റലിന്റെ സ്ലൈഡ്സിൽ കാണിച്ചേക്കുന്നത്. സോ ഓവറോൾ പ്രൊഫഷണൽ വർക്ക് ലോഡ്സിനൊക്കെ ബെറ്റർ ആയിരിക്കും. സോ ഇവിടെ പല വീഡിയോ കോഡെക്സിൻ്റെ റെൻഡറിങ് ടൈംസിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണ് ഈ കാണുന്നത്. ഇവൻ ദോ ഇതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കത്തില്ല. 8K വീഡിയോയുടെ കാര്യമാണ് ഫസ്റ്റ് 3-4 കാണിച്ചേക്കുന്നത്. സോ 8K വീഡിയോയുടെ റെൻഡറിങ്ങും ടൈം ലൈൻ പ്ലേ ബാക്ക് ഒക്കെ കമ്പാരിറ്റീവ്ലി ഇവിടെ ബെറ്റർ ആണ് കാണുന്നത്. പക്ഷേ ഓൺ എ കോമൺ ബേസിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസിൽ പെർഫോമൻസ് ലോ ആണ്. ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അഡോബ് പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ് ഇത്രയും കാര്യങ്ങളുടെ ബെഞ്ച് മാർക്കിംഗ് നോക്കുവാണെങ്കിൽ 1-2 അപ്ലിക്കേഷൻസിൽ സെയിം പെർഫോമൻസ് ആണ്. ചിലതിൽ ഈവൻ കുറവാണ് കമ്പയർ ടു Ryzen 9950X പ്രോസസ്സർ. സോ പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഓൾമോസ്റ്റ് സിമിലർ ടു പ്രീവിയസ് ജനറേഷൻ എന്ന് പറയാം. ആൻഡ് മേജർലി ഇന്റൽ പറഞ്ഞുകൊണ്ടിരുന്നത് തേർമൽസിൻ്റെ കാര്യവും പവർ എഫിഷ്യൻസിയുടെ കാര്യമാണ്. സോ ഇവിടെ പല ഗെയിംസിൻ്റെയും കമ്പാരിറ്റീവ്ലി പഴയ ജനറേഷനും ലേറ്റസ്റ്റ് പുതിയ ജനറേഷൻ്റെ ടോപ്പ് മെൻഡ് മോഡൽസിൻ്റെ ഗെയിമിംഗ് സിനാരിയോയിൽ ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ഗെയിംസിലും ഓവറോൾ ടെമ്പറേച്ചർ 10 degrees കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് എല്ലാത്തിൻ്റെയും ആവറേജ് ഇന്റൽ പറയുന്നത് 13% കൂളർ ആയിരിക്കും എന്നാണ്. ആൻഡ് ഇവിടെയും ഒരു FPS കമ്പാരിഷനും സിസ്റ്റമിൻ്റെ ടോട്ടൽ പവർ ഡ്രോയുടെ ഒരു കമ്പാരിസൺ കാണിച്ചിട്ടുണ്ട്. 14900K 264 FPS ആണ് കിട്ടുന്നത് 527 വാട്ട്സ് കൺസ്യൂം ചെയ്തുകൊണ്ട്. പക്ഷേ കോർ അൾട്ര 9 285K പ്രോസസ്സർ 261 FPS ആണ് കൺസ്യൂമിങ് 447 വാട്ട്സ്. സോ ക്ലിയർലി ഇവിടെ ഇന്റൽ പറയുന്നത് പെർഫോമൻസ് പഴയ ജനറേഷനുമായിട്ട് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യല്. നിയർലി ഐഡന്റിക്കൽ പെർഫോമൻസ് ആയിരിക്കും, പക്ഷേ പവർ കൺസംഷൻ കുറയുന്നതായിരിക്കും. സോ ബേസിക്കലി AMD ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പം ഇന്റൽ പ്രോസസ്സേഴ്സും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ റാം സപ്പോർട്ട് കൂട്ടിയിട്ടുണ്ട്. റാം 6400 MHz റാം ഒരു സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഓവർക്ലോക്ക് ചെയ്യുവാണെങ്കിൽ 8000 MHz വരെ അത് പോകും. ബിക്കോസ് Arrowlake സീരീസ് പ്രോസസ്സേഴ്സിലെ മെമ്മറി കൺട്രോളർ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ Arrowlake സീരീസ് പ്രോസസ്സേഴ്സ് QD മെമ്മറിയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓവർക്ലോക്കിംഗ് കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ആക്കിയിട്ടുണ്ട്. സോ അപ് ടു 16.67 MHz ചെറിയ വേരിയേഷൻസ് ഓഫ് ഫ്രീക്വൻസിയിൽ നമുക്ക് OC ചെയ്യാൻ പറ്റും. സിമിലർലി Arrowlake സീരീസ് പ്രോസസ്സേഴ്സിൽ ഡ്യുവൽ ബേസ് ക്ലോക്ക് സപ്പോർട്ട് ഉണ്ട്. സോ സെപ്പറേറ്റ് കമ്പ്യൂട്ട് ഡയലിനും നമുക്ക് E കോഴ്സ് ആൻഡ് P കോഴ്സിന്റെ ഫ്രീക്വൻസീസ് ചേഞ്ച് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് OC ചെയ്യാൻ പറ്റും. സിമിലർലി ഓവർക്ലോക്കിങ്ങിൽ വോൾട്ടേജിനെ കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി DLVR എന്നൊരു സംഭവം, DLVR ബൈപ്പാസ് എന്നൊരു ഫീച്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഡിജിറ്റൽ ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. യൂഷ്വലി പ്രോസസ്സറിന് പവർ VRM ത്രൂ ആണ് പോകുന്നത്. ഈ VRM ആൻഡ് പ്രോസസ്സറിന്റെ ഇടയ്ക്ക് ഇപ്പം DLVR ബൈപ്പാസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എക്സ്ട്രീം ഓവർക്ലോക്കിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി പ്രിസൈസ് ആൻഡ് റെഗുലേറ്റഡ് വോൾട്ടേജ് പ്രോസസ്സറിന് സപ്ലൈ ചെയ്യാൻ പറ്റും, പവർ കൺസംഷൻ കുറച്ചുണ്ട്. സോ പുതിയ ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ എൻറ്റയർലി പുതിയ സീരീസ് ഓഫ് മദർ ബോർഡ്സ് ആണ്. 800 ചിപ്സെറ്റ് ബേസ്ഡ് ആണ്. ഇതിൽ Z890 എന്ന ബോർഡ്സ് ആണ് അനൗൺസ് ചെയ്തത് ഫസ്റ്റ്. സോ Z890 ബോർഡ്സിൽ PCI ലെയിൻസിന്റെ സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. സോക്കറ്റ് പുതിയ LG 1851 സോക്കറ്റ് ആണ്. ആൻഡ് സോക്കറ്റിന്റെ ആ ഒരു പോർഷൻ നോക്കുവാണെങ്കിലും ചെറിയ ചേഞ്ച് നമുക്ക് കാണാം. പഴയ ജനറേഷൻ പ്രോസസ്സേഴ്സ് ചെറുതായിട്ട് ബെൻഡ് ആകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് വാങ്ങിച്ച് അതിൽ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പ്രോസസ്സറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു അഡീഷൻ കൂടി കാണാൻ പറ്റും. സോ ഇതൊക്കെ എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ എന്നറിയത്തില്ല. ആൻഡ് 800 ചിപ്സെറ്റിന്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ടോട്ടൽ നമുക്ക് 48 PCI ലെയിൻസിന്റെ സപ്പോർട്ട് വരുന്നത്. അത് ബോത്ത് CPU ആൻഡ് ചിപ്സെറ്റ് രണ്ടിനെയും കമ്പൈൻഡ് ആണ്. ഇതിൽ 20 ഡെഡിക്കേറ്റഡ് ടു PCI 5 ആണ്. അതല്ലാതെ PCI 4 നോക്കുവാണെങ്കിൽ ടോട്ടൽ 24 PCI ലൈൻസ് ആണ്. ഇൻ ടോട്ടൽ 10 USB 3.2 പോർട്സ് സപ്പോർട്ട് ചെയ്യും. USB 2 ബേസ്ഡ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 14 സപ്പോർട്ട് ആണ്. സോ ഇതൊക്കെയാണ് ഇന്റലിന്റെ ലേറ്റസ്റ്റ് Arrowlake S ഓർ കോർ അൾട്ര 200S സീരീസ് പ്രോസസ്സറിന്റെ ഇന്റൽ അനൗൺസ് ചെയ്ത സ്പെക്സ് ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം. ഇൻ ഷോർട്ട് പറയുവാണെങ്കിൽ ലാസ്റ്റ് കാണിച്ച സ്ലൈഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്.
ഇന്റൽ പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, ബട്ട് അറ്റ് ദി കോസ്റ്റ് ഓഫ് ലോ പവർ കൺസംഷൻ ആൻഡ് ബെറ്റർ എഫിഷ്യൻസി. ഓവറോൾ മൾട്ടി-കോർ മൾട്ടി ത്രെഡഡ് അപ്ലിക്കേഷൻസിൽ 13% ഇംപ്രൂവ്മെന്റ് ആണ്. പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 165 വാട്ട്സിന്റെ ടോട്ടൽ സിസ്റ്റം പവറിൽ റിഡക്ഷൻ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ 10 to 17 ഡിഗ്രി CPU ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകും. സോ ഇതാണ് ഇന്റലിന്റെ തന്നെ വേർഡ്സിൽ പറയുവാണെങ്കിൽ കോർ അൾട്ര 200S സീരീസ് പ്രോസസേഴ്സിന്റെ ഒരു ഫുൾ സമ്മറി. ആൻഡ് അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ മാർക്കറ്റ് അവൈലബിലിറ്റി ആൻഡ് പ്രീ ഓർഡറിംഗ് എല്ലാം October 24 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. സോ ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ഇന്റൽ കാണിച്ച കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ ലൈക്ക് ഇന്റൽ തന്നെ ഡയറക്ട്ലി പറയുന്നുണ്ട് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യില്ലെന്ന്. ബെഞ്ച് മാർക്സിന്റെ സ്ലൈഡ്സ് ഇതിന്റെ ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. സോ എനിവേസ് എപ്പോഴും പറയുന്ന പോലെ പുതിയ ആർക്കിടെക്ചർ ആണ്, പുതിയ ജനറേഷൻ ഓഫ് പ്രോസസ്സേഴ്സ് ആണ്. സോ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്, ഓടിച്ചാടി എടുക്കണ്ട. ദാറ്റ് ടു ഇന്റലിന്റെ തന്നെ ക്ലെയിംസ് വെച്ച് നോക്കുവാണെങ്കിൽ പഴയ ജനറേഷനുമായിട്ട് സിമിലർ പെർഫോമിംഗ് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്, പവർ കൺസംപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇതും തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സോ റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ ഇതൊക്കെ വന്നാലേ നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ ശരിക്കും ഇന്റൽ പറഞ്ഞ പോലെ തന്നെയാണോ അതോ ഡിസ്പാരിറ്റീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആസ് ഓഫ് നോ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഒരു CPU നോക്കുന്നുണ്ടെങ്കിൽ, നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 7800X 3D ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ്. ഓൾറെഡി ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. 34,000 റേഞ്ച് ഒക്കെ ആയിരുന്നു, ഇപ്പം 45, 48 ഒക്കെ ആ റേഞ്ചിലായിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ 13th and 14th ജനറേഷൻ ഹയർ പ്രോസസ്സേഴ്സിൻ്റെ ഒരു ഫെയിലിംഗ് ഇഷ്യൂ കൂടിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ 14th or 13th ജനറേഷൻ ഇന്റലിലോട്ട് ഇപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. എയ്തർ നിങ്ങൾ റൈസൻ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് 1 or 2 വീക്സ് വെയിറ്റ് ചെയ്താൽ കോർ അൾട്ര 200 സീരീസ് പ്രോസസ്സറിന്റെ ഒറിജിനൽ ആക്ച്വൽ തേർഡ് പാർട്ടി റിവ്യൂസ് വരും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏതിലോട്ട് പോകണം എന്നുള്ളത്. എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽഡ്സ് ഓർ ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.